അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ കോഴ്സ് പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പറയും? അണ്ടർ റേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ഹോസ്പിറ്റലിലെല്ലാം ട്രീറ്റ്മെൻറ്റ് സൈഡ് വെച്ച് നോക്കുമ്പോൾ നമ്മളെല്ലാവരും അതിൻ്റേതായ കോഴ്സിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യും, പഠിക്കുകയും ചെയ്യും. പക്ഷെ അതിനേക്കാളും ഒരു മാനേജ്മെൻറ്റ് സൈഡ് ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റൽസും നമ്മുടെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും കൊണ്ടുപോകുന്നൊരു മാനേജ്മെൻറ്റ് സൈഡ്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റൽസിനൊക്കെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ കൊണ്ടുപോകുന്ന ഒരു കോഴ്സാണ് ബാച്ചുലർ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ്. അത് പഠിക്കാൻ തന്നെ വളരെ കുറച്ച് ആൾക്കാരുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും എനിക്ക് എൻ്റെ അറിവിലില്ല പഠിക്കുന്നത്. നമുക്ക് ഹ്യൂമൻ റിസോഴ്സസിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, അതേപോലെ എങ്ങനെ ലീവ് കൊടുക്കണം, എങ്ങനെ എന്താണ് നമ്മുടെ ജോലിക്കാരെ എങ്ങനെ എൻകറേജ് ചെയ്യണം, എങ്ങനെ പേഷ്യൻ്റ് സേഫ്റ്റി, എങ്ങനെ പബ്ലിക് റിലേഷൻഷിപ്സ് വർക്ക് ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അത് പഠിക്കാമെന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ അതിന് ഭയങ്കര സ്കോപ്പ് കുറവാണ്. പക്ഷെ പുറത്തോട്ട് പിന്നെയും സ്കോപ്പുണ്ട്. പക്ഷെ എന്നാലും ഇത് പഠിക്കുക അതൊരു ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു കോഴ്സാണ്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അതിനും നമുക്ക് ഹോസ്പിറ്റൽ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന പോലെ തന്നെ മാനേജ്മെൻറ്റ് സൈഡിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നല്ലൊരു മാനേജ്മെന്റ് ഉണ്ടെങ്കിലാണ് നല്ല ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കിട്ടുള്ളൂ.